നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആണുങ്ങളുടെ സങ്കടങ്ങൾ? ഒരാൺ അനുഭവിക്കുന്ന ത്യാഗത്തിൻ്റെ ഒരംശന്മാർ നിങ്ങളെ അറിയിച്ചിട്ടില്ല ഒരാണുങ്ങളും. നിങ്ങൾക്കെന്ത് സുഖ, രാവിലെ പോയി പീടിയ കുത്തിരുന്നാൽ പോരെ, വൈകുന്നേരം ഷട്ടറിട്ട് പോന്നാൽ പോരെ? പോരാ. ഞാൻ ഈ ജോലി കിട്ടുന്നതിൻ്റെ, സ്കൂൾ അധ്യാപകനാകുന്നതിൻ്റെ മുൻപ് ഞാനും ഒരു ചെരുപ്പിൻ്റെ പീടിയയിൽ നിന്നിരുന്നു കുറേ കാലം. അന്ന് ഞാനിങ്ങനെ നേരം വെളുത്ത് ഷട്ടർ പൊക്കും അങ്ങനെ പ്രാർത്ഥിക്കും, പടച്ചമ്പുരാനെ ഇന്നലെ വിറ്റൊന്ന് തിരിച്ചു വരല്ലേ, ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കച്ചവടമാവണേ. ഇന്നലെ വിറ്റങ്ങാൻ തിരിച്ചു വരുന്നത് നമ്മളെ കവറ് കണ്ടാൽ നെഞ്ചിൻ്റെ ഉള്ളിന് ഒരു ആന്തല. കാരണം എന്താ, ഇന്നലെ വിറ്റ പൈസ മൂത്തോക്ക് പീസ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടാവും, രണ്ടാമത്തോക്ക് വേറെ എന്തിനും കൊടുത്തിട്ടുണ്ടാവും. തിരിച്ചു കൊടുക്കാൻ പോലും പൈസ ഉണ്ടാവില്ല. ഇനി ആ തിരിച്ചു കൊണ്ടുവരുന്നവനോ ഉള്ള ചീത്തയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് കേൾക്കുകയാണോ, ഞാൻ നോക്കട്ടെ കേട്ടോ, കൊടുത്തു നോക്കട്ടെ. ഓരോരുത്തരും നെഞ്ചുരുകി സമ്പാദിക്കുന്നതാ ഓരോ കാലണയും. എല്ലാ ജോലിക്കും അതിൻ്റെതായ സങ്കടങ്ങളുണ്ട്. AC കുത്തിരുന്നാൽ മതി എന്നാ ചിലർ പറയാ. ആ ഇരിക്കുന്നു എൻ്റെ നെഞ്ചിൻ്റെ പിടച്ചിൽ നിങ്ങൾ അറിയാഞ്ഞിട്ടാ. ആ ഓരോ തിരിച്ചറിവോട് കൂടി ഒരായുസ് മുഴുവൻ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പടച്ചോനെ, ഞാൻ നാളെ കണ്ടിട്ടുണ്ട്, ഞാൻ ഇതിലെ പോകുമ്പോൾ ഞാനിങ്ങനെ ഏകദേശം നിലമ്പൂർ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഉച്ച സമയത്ത് വെയിലത്തൊരു സാധു ഈ മേലെ മുക്കത്ത് നിന്ന് അരീക്കോട്ടേക്ക് പോകുന്ന ആ വളവിൻ്റെ മേലെ നിന്നിട്ടൊരു 90 റുപ്യൻ്റെ ബിരിയാണിൻ്റെ കൈമലൊരു കാറും ഒരു ബിരിയാണിയും കാണിച്ചിട്ട് ഓനിങ്ങനെ വിലപേശിയ മുഴുവൻ കാറിൻ്റെ ഡ്രൈവറെ നേരെ നോക്കിയിട്ട് ഓനിങ്ങനെ ആഗ്രഹത്തോടെ നിൽക്കുക. ഞാനൊന്ന് വാങ്ങുമ്പോൾ അയാളോട് ചോദിച്ചു, എത്ര എണ്ണം കൊണ്ട് നമുക്ക് 30 എത്ര എണ്ണം ചിലവായി? 3 എണ്ണം. 1:45 സമയമാണ്. ഞാൻ ചോദിച്ചു എപ്പം വന്നതാ? ഞാനൊരു 10:45 എത്തിയിട്ടുണ്ട്. ഒരാണ് വേർപ്പ് പറ്റിച്ച് കൊണ്ടുവരുന്നത് അമ്മാരെ നിങ്ങളെ ഭാഗ്യം. നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്നൊരു ധൈര്യം ഉണ്ടല്ലോ, അത് നിങ്ങളാണ് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാണ്. നിങ്ങളിപ്പോഴും തിന്നുന്നതാരുതാന്നറിയോ? നിങ്ങൾ പോലും അറിയാതെ ഒരാണ് അവൻ്റെ വേർപ്പ്, അവൻ്റെ ചോര വേർപ്പാക്കി മാറ്റിയതാ. നിങ്ങളിപ്പോഴും ധരിച്ചഹങ്കരിക്കുന്നത് ആരുതാന്നറിയോ? നിങ്ങളും മക്കൾ പോലും അറിയാതെ കുടുംബം കണ്ണീരാവാണ്ടിരിക്കാൻ വേണ്ടി സർവ്വതും മറന്ന് സ്വയം ഹെൽമറ്റിൻ്റെ ഉള്ളിലും ഒറ്റക്കിരിക്കുമ്പോഴും കണ്ണു നിറഞ്ഞ് തുടച്ചെഴുന്നേറ്റ് പോകുന്ന ഒരാണിൻ്റെ അവൻ്റെ ജീവന്റെ ബാക്കിയാ നിങ്ങളെ സന്തോഷം. ഓങ്ങൾക്ക് തന്ന അവൻ്റെ ആയുസ്സിൻ്റെ ബലമാ നിങ്ങളെ സമാധാനം. ആ ആണിനൊരു മനസമാധാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല. നാട്ടിലേത് കുടുംബക്കാരുടെ ഇടയിൽ നിങ്ങൾക്ക് വില ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതേ അള്ളാഹിൻ്റെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ, കയറി വരുമ്പോൾ ഫഇദാ നലർത ഇലൈഹ സർറത്തുക, ഓൻ എൻ്റെ നേരെ ഒന്ന് നോക്കി, ഓൻ്റെ എല്ലാ സങ്കടവും മാറി സമാധാനം ഉണ്ടായി. അള്ളാഹിൻ്റെ ഹബീബ് കയറി വരുമ്പോഴേക്കും ഭാര്യമാർ വാതിൽ തുറന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി റസൂലുള്ളാഹിക്കുള്ള കാരക്ക് എടുത്തു വരും. ഇനി ഒന്നുമില്ലെങ്കിൽ പച്ചവെള്ളം എടുത്തു വരും. എന്നിട്ട് പുഞ്ചിരിയോടെ മുഖം തെളിഞ്ഞു നിന്ന് സംസാരിക്കും. ഇത് മാത്രമേ ഈ ആണുങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനൊരാണായതുകൊണ്ട് പറയാം, അത് മാത്രമേ നമ്മളും ആഗ്രഹിക്കുന്നുള്ളൂ. പുരയിലേക്ക് കയറി വരുമ്പം അവനാൻ്റെ വരുമാനം മനസ്സിലാക്കി ജീവിക്കുന്നൊരു ഭാര്യ, ഞാനില്ലെങ്കിലും മക്കളെ കൃത്യമായി പടച്ചോനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നൊരു ഭാര്യ, തിരിച്ചു വരുമ്പോൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കയ്യിന്മേലുള്ളതാവട്ടെ അല്ലെങ്കിൽ കയ്യിലുള്ളതാവട്ടെ അത് പൊരുത്തപ്പെടുന്നൊരു ഭാര്യ, കയറി വരുന്ന സമയത്ത് ആശ്വാസത്തോടു കൂടി ഒന്ന് ചിരിച്ചോണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഒന്ന് മുഖം നന്നാക്കിയിട്ടെങ്കിലും നിൽക്കുന്നൊരു ഭാര്യ. ഇതൊന്നും സൈക്കോളജികൾ പറഞ്ഞല്ല, ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച. അതിന് പകരം ഓരോരോ കുറ്റങ്ങളും കുറവുകളും നിരത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കി, മരിക്കുന്ന ഒരാണിൻ്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ നമ്മളെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഞാൻ അവസാനിപ്പിക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ള വഫാത്താകുന്ന നിമിഷം ചെയ്തൊരു കാര്യമുണ്ട്. റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹ് നേരം വെളുത്ത് സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നേ ഉള്ളൂ. അള്ളാഹിൻ്റെ ഹബീബിന് വല്ലാത്ത ശ്വാസം മുട്ടൽ തുടങ്ങി. കയ്യിലുള്ളൊരു തോർത്തുമുണ്ട് റസൂലുള്ള മുഖത്തേക്കിടും, മുഖത്തുനിന്ന് വലിച്ചു മാറ്റും. ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് കണ്ടോടി വന്ന് റസൂലിനെ എടുത്ത് മടിക്കടത്തി നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ റസൂലെ നിങ്ങൾക്ക് പറ്റിയത്? 13 ദിവസം സുക്കേട് ബാധിച്ച് കടന്ന റസൂലുള്ള 12 ദിവസവും കാണിക്കാത്ത വെപ്രാളം ശ്വാസം മുട്ടൽ കാണിച്ചപ്പം ആയിഷ ബീവി ചോദിച്ചു, റസൂലെ എന്താ അങ്ങക്ക് പറ്റിയേ? അള്ളാഹിൻ്റെ റസൂലുള്ള സങ്കടത്തോടെ പറഞ്ഞു, ആയിഷ, നിങ്ങൾ 2 ആൾ അനുഭവിക്കുന്ന വേദന ഞാൻ അറിയുന്നുണ്ട്. അന്ന് ഖൈബറിലെ ജൂതപ്പെണ്ണ് തന്ന വിഷമാംസത്തിന്റെ വേദന ഞാൻ അറിയുന്നുണ്ട് ആയിഷ. ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണം അതിവിടെ എവിടെയോ എത്തിയിട്ടുണ്ട് ആയിഷ, അതിന്നെ കൊണ്ടുപോകും. ഇന്ന് സൂര്യൻ അസ്തമിക്കാൻ ഞാൻ ഉണ്ടാവൂല ആയിഷ. അത് കേട്ട ആയിഷ ബീവി എന്ന നമ്മളെ ഉമ്മ റസൂലുള്ളാന്റെ ഭാര്യ ചെയ്യുന്ന എന്താണെന്നറിയോ? റസൂലുള്ളാക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വേഗം ചെയ്തു കൊടുക്കുക. പല്ല് തേച്ച് വിവരമറിയാൻ കയറി വന്ന ആങ്ങള അബ്ദുറഹ്മാന്റെ കൈമന്ന് പല്ല് തേക്കുന്ന കൊള്ളിക്കഷണം പിടിച്ചു വാങ്ങി മറുഭാഗം ചവച്ചരച്ച് 2-3 തവണ റസൂലുള്ളാന്റെ പല്ല് ഏൽപ്പിച്ചു കൊടുക്കുക, ആ ശ്വാസം മുട്ടുന്നതിൻ്റെ ഇടക്ക് ആയിഷ ബീവി. കാരണം ആയിഷ ബീവിക്ക് അറിയാം റസൂലുള്ളാക്ക് പല്ല് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടക്ക് റസൂലിൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു അറാക്കിൻ്റെ കൊള്ളിക്കഷണം ഉണ്ടാകുകയായിരുന്നു എന്നാ.
പിന്നെ തണുത്ത വെള്ളം അടുത്തുകൊണ്ട് ചതെടുത്തിട്ട് റസൂലുള്ളാന്റെ മുഖത്താകെ അങ്ങനെ തടവി കൊടുക്കും. അള്ളാന്റെ ഹബീബിന് തണുത്ത വെള്ളം കൊണ്ട് മേല് തടവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആ കിടക്കുന്ന കിടത്തത്തിൻ്റെ ഇടയിൽ എപ്പോഴോ ആകാശത്തേക്ക് കൈവിരലുകൾ ഉയർത്തി മരിച്ചു വീണതാ, വഫാത്തായതാ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് യാത്രയാക്കിയ ഒരു ഭാര്യ നമ്മളെ ഉമ്മ ആയിഷ ബീവി. പിന്നെ 76-ാമത്തെ വയസ്സിൽ മരിക്കുന്നവരെ ആയിഷ ബീവി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു രംഗം എന്താണെന്നറിയോ? അവസാന സെക്കൻഡിൽ ഞാൻ ആ അറാക്കിൻ്റെ കൊള്ളിക്കഷണം ചവിച്ചരയ്ക്കുമ്പം ആ ചവച്ചരച്ച ഉടനെ ഞാൻ റസൂലിൻ്റെ പല്ലേൽപ്പിച്ചിട്ടുണ്ട്. അന്നിൻ്റെ ഉമനീരും റസൂലുള്ളാൻ്റെ ഉമനീരും കൂടി യോജിച്ചപ്പം ആ സങ്കടത്തിൻ്റെ ഇടയിലും റസൂലിൻ്റെ നോക്കി ചിരിച്ചൊരു ചിരിയുണ്ട്, അതെനിക്ക് മറക്കാനാവൂല. ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിലാത്തുൻ, നല്ല പെണ്ണെന്നാൽ കിട്ടിയോൻ്റെ മനസ്സറിഞ്ഞ് കൂടെ നിന്ന് സ്നേഹിക്കുന്നോളാ, ഓൻ്റെ സങ്കടം അറിയുന്നോളാ. മരിച്ചടക്കുന്ന ഭർത്താവിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാൻ നേരത്ത് പിയാപ്പൻ്റെ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് കണ്ടിട്ട് മക്കളോട് പറഞ്ഞു, അമ്മ മക്കളെ ഉമ്മാപ്പാൻ്റെ കണ്ണൊക്കെ കറുത്തുപോയിട്ടുണ്ട് എന്ന്. മക്കൾ പറഞ്ഞു, ഉപ്പാക്ക് മുമ്പേ കറുത്തിട്ടുണ്ട് ഉമ്മ ഒന്ന് നല്ലോണം നോക്കായിട്ടല്ലേ. ഇപ്പം അങ്ങനെയാ. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഉമ്മാരെ പിയാപ്പളൻ്റെ കൈ പിടിച്ചിട്ട്? നിങ്ങൾക്ക് എന്തോ വേദന ഉണ്ടോ, സങ്കടമുണ്ടോ, നിങ്ങൾക്ക് എന്താ ഇപ്പം അസ്വസ്ഥത, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ള ബേജാറ്, എന്നെപ്പറ്റി നിങ്ങൾക്ക് തൃപ്തി ഉണ്ടോ? ഇതൊന്നും ചോദിക്കൂല. അവസാനം മരിച്ചിടന്നാൽ ചിലർ കാണാൻ ബാവിട്ട് നിലയിട്ട് ഇങ്ങയും കൊണ്ടുവച്ച് പോയില്ല, ഇങ്ങയും കൂടി അങ്ങ് കൊണ്ടുപോയിക്കൂടായിനോ എന്നൊക്കെ ചോദിക്കല്. അതൊന്നും സ്നേഹമല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കൈ ചേർത്ത് പിടിച്ചാൽ മതി. ആ ബന്ധങ്ങളിൽ പിന്നുള്ള പവിത്ര ബന്ധമാണ് അയൽവാസികളും നമ്മളും തമ്മിലുള്ള ബന്ധം. ഇന്നതൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് പറഞ്ഞു, അയൽവാസികളോടുള്ള ബാധ്യതയെപ്പറ്റി പടച്ച റബ്ബിന്റെ വിശദീകരണവും റസൂലുള്ളാന്റെ കൗലും കേട്ടപ്പം നമ്മളെ സ്വത്തിൽ അയൽവാസിക്ക് കൊടുക്കണമെന്ന് റസൂല് പറയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. നിങ്ങളെങ്ങാനും സ്ഥലം വിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ടത് നിങ്ങൾ അയൽപ്പക്കക്കാരനോടാവണം. അയൽവാസിയുടെ സ്ഥലത്തേക്ക് കാറ്റ് പോകുമെങ്കിൽ ആ കാറ്റ് തടയുന്ന മതിലുണ്ടെങ്കിൽ ആ മതില് നിങ്ങൾ പൊളിച്ചു കളയണം. നിങ്ങളെങ്ങാനും കറിയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പം അതിന്റെ ഗന്ധം അയൽപ്പക്കത്തേക്കുണ്ടെങ്കിൽ അവനെയും കൂടി പരിഗണിച്ചിട്ടേ നിങ്ങൾ ആ കറി പാകം ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെയാ ഇസ്ലാമിന്റെ നിലപാട്. നിങ്ങളിൽ ഏറ്റവും നല്ല മുഅ്മിനാരാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ സഹാബത്തിനോട് റസൂല് ചോദിച്ചു, മൻ മുസ്ലിം മൻ മുഅ്മിൻ, ആരാണ് മുസ്ലിമും മുഅ്മിനും? 5 വക്ത് നമസ്കരിക്കുന്നവനും നോമ്പ് വെൽക്കുന്നവനും സക്കാത്ത് കൊടുക്കുന്നവനും അല്ല. വഹ്സിൻ ഇലാ ജാരിക് ഫതകുൻ മുസ്ലിമൻ ഫതകുൻ മുഅ്മിനൻ. നിങ്ങൾ അയൽവാസികളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവർ ആരാണോ അവനാണ് മുസ്ലിം, അവനാണ് മുഅ്മിൻ. നിങ്ങളൊരു വിശ്വാസിയാണെന്ന് നിങ്ങൾ അയൽവാസി പറയണം. ഇപ്പൊ ഞാൻ നല്ലൊരു വിശ്വാസിയാന്ന് ആരാ പറയേണ്ടത്? നിങ്ങളല്ല. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പ്രാസംഗികനാന്ന് പറയാനുള്ള കഴിവേ. ഞാനൊരു നല്ല വിശ്വാസിയാണ് എന്ന് പറയേണ്ടത് എൻ്റെ അയൽപ്പക്കത്ത് നിൽക്കുന്ന കാക്കയാ, എൻ്റെ അയൽവാസിയാ. എൻ്റെ അയൽവാസി പറയണം, പ്രസംഗിക്കുന്നതിന് കാര്യം കേട്ടോ, ഓൻ അയൽപ്പക്കത്തുള്ള ഞങ്ങളുടെ ഒരു സമാധാനമാണ്. എന്തിനു ഓടിച്ചല്ല, എന്ത് സങ്കടമെങ്കിലും എന്ത് ചോദിച്ചാലും, ഇനി വെള്ളമല്ലെങ്കിൽ പോലും ആ പൈപ്പ് ഇങ്ങിട്ട് തരാൻ. ഇന്നതൊന്നുമില്ല. 18 തികഞ്ഞ നമ്മളെ മകള് ഗർഭം ധരിച്ച് പ്രസവിക്കാൻ കൂട്ടിക്കൊണ്ടുവരുമ്പം 22 വയസ്സായിട്ടും അയൽവാസിക്ക് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അപ്പൻകുട്ടി അപ്പോരെ നിന്ന് കൂടെ പഠിച്ച താഴെയുള്ള അപ്പൻകുട്ടീനെ നോക്കി സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹ് പറയാ, പടച്ചോൻ വെറുതെ വിടൂല ഓരോരുത്തരെ. തൊട്ടയൽപ്പക്കക്കാരൻ ഭഷ്ടിക്ക് വകയില്ലാതെ ഭക്ഷണം കിട്ടാതെ വെപ്രാളപ്പെടുമ്പം യൂട്യൂബ് നോക്കി ഭക്ഷണം ഉണ്ടാക്കി പൊരയിൽ പിറ്റേന്ന് കാടിവെള്ളത്തിലേക്ക് കളയുന്നവരാണെങ്കിൽ എന്ത് ഇസ്ലാമോ മനുഷ്യരെ നമുക്ക് ലോകത്തിന് പരിചയപ്പെടുത്താനുള്ളത്? തോരാത്ത മഴയത്ത് ചോർന്നൊലിക്കുന്ന കൂരന്റെ കീഴിൽ ഓടൊന്നു മാറ്റി വാർപ്പാക്കാൻ വെപ്രാളപ്പെടുന്നവനുണ്ടാകുമ്പം, തന്റെ നിലത്തൊന്ന് ഭംഗിയാക്കുന്ന എന്തെങ്കിലും ഒരു ഷീറ്റോ ഒരു ചെറിയ ടൈലെങ്കിലും വിരിക്കാൻ വെപ്രാളപ്പെടുന്നവനുണ്ടാകുമ്പം, ലേറ്റസ്റ്റ് മോഡൽ ഗുജറാത്തി ടൈലോ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നും വന്ന മാർബിളോ കണ്ടതിന്റെ പേരിൽ വിരിച്ചത് കുത്തിപ്പൊളിച്ച് മാറ്റിയിട്ട് റിമോട്ട് കൺട്രോൾഡ് ഗേറ്റ് ഉണ്ടാക്കിയിട്ട് നാട്ടുകാരുടെയിൽ പത്രാസ് കാണിക്കുന്നവനാണെങ്കിൽ എന്ത് ഇസ്ലാമാ നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ളത്? എന്ത് ദീനാ നമുക്ക് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ളത്? അതുകൊണ്ട് തിരിച്ചറിവുണ്ടാവണം. അയൽപ്പക്ക ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവനാരാ? നിങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവനാരാ? അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുന്നവൻ. ഓനെക്കാട്ടിലും വലിയൊരു നാറിയൊരു നാട്ടിലില്ല. എന്നെ വിശ്വസിച്ച് എന്നെ അടുപ്പിച്ച അയൽവാസിയുടെ പെണ്ണിനെ മോശം കണ്ണോടെ നോക്കുന്നവനെക്കാളിലും വൃത്തികെട്ടവൻ ദുനിയാവിൽ വേറല്ല.
എന്തേ അത് പറയാനുള്ള കാരണം? അതൊരു വിശ്വാസമാണ്. ഞാനിപ്പോഴും രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വിളിച്ചേൽപ്പിക്കുന്നുണ്ട്, ആയിഷു തങ്ങൾ ഒന്ന് ഇങ്ങോട്ട് കണ്ണു കൊടുക്കണേ. പലപ്പോഴും 1 മണിക്കും 2 മണിക്കും നാട്ടിലെത്തും. എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ പുരൻ്റെ മുറ്റത്തുള്ള വിളക്കിനെ പോലെ തന്നെ ഒരു ട്യൂബ് അപ്പുറത്തെ പുരയിൽ ഇറപ്പുറത്തെ ഭാഗത്തേക്ക് ഇട്ടിച്ചിട്ടുണ്ടാവും. ആ തിരിച്ചറിവാണ് ഇസ്ലാം. ആ ബന്ധമാണ് സൗഹൃദം, ആ ബന്ധമാണ് സ്നേഹം. അയൽപ്പക്ക ബന്ധങ്ങൾ പോലും ഇന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സഹൃദയ എന്ന ഈ ഒരു വേദി ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് സന്തോഷിക്കാനും തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു നന്മയാണ്. ആ നന്മ ഇനിയും തുടരണം. പരസ്പരം സഹകരിച്ചും എന്തൊക്കെയാണോ നമ്മളിൽ നിന്ന് ഈ സമൂഹം ആഗ്രഹിക്കുന്നത് അത് കൊടുത്തും ഇണങ്ങിയും ഏറ്റവും നല്ല ആസ്വാദനത്തോടെ ജീവിക്കാൻ നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ ഒരുമിപ്പിച്ചു കൂട്ടുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, മക്കളില്ലാതെ ഒരുപാട് കുടുംബം പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഞാനത് പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. ഒരുപാട് ആളുകളും വസിയത്ത് ചെയ്തിട്ടുണ്ട് മക്കളുണ്ടാവാത്ത, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അള്ളാഹുവേ, ഓരോ കുടുംബത്തിനും മക്കളെന്ന അനുഗ്രഹം നൽകി ആ കുടുംബങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ. കുടുംബജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആരുടെ സ്വഭാവത്തിനാണോ റബ്ബെ മാറ്റമുണ്ടാകേണ്ടത് ആ മാറ്റം കൊടുത്ത് ഓരോ കുടുംബങ്ങളിലും സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ. ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു നല്ല മുസ്ലിമായി, ഒരു നല്ല മുഅ്മിനായി, മാതാപിതാക്കളുടെ തൃപ്തി കിട്ടി മരിക്കുന്ന ഒരു നല്ല മക്കളായി, മക്കളോട് നീതി കാണിച്ച മാതാപിതാക്കളായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇങ്ങനെ ഒരു സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഒരു ഉപഹാരം തന്നതിനും എൻ്റെ വാക്ക് കേട്ടതിനും നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ ഉൾപ്പെടുത്തണം. വേറൊന്നും വേണ്ട. കാരണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഈ പറഞ്ഞതുപോലെ അത്ര വലിയ പണ്ഡിതനൊന്നും അല്ലട്ടോ. ഇനിയോ ഇൽമു കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈമാനോടെ ജീവിക്കാനും ദഅവത്ത് നടത്താനും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും.